ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മഹാരാഷ്ട്രയിൽ 11,200 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ രാജ്യത്തിന് സമർപ്പിക്കും. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇന്ത്യ അനുവദിക്കില്ലെന്നും ഇത്തരം നടപടികൾക്ക് പ്രത്യാഘാതമുണ്ടാകുമെന്നും ഐക്യരാഷ്ട്രസഭയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജമ്മുകശ്മീരിൽ അവസാനഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് അവസാനിക്കും. ഹരിയാനയിൽ പ്രചാരണം ഊർജിതം. ഹൃദയം കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം എന്ന സന്ദേശവുമായി ഇന്ന് ലോക ഹൃദയ ദിനം. ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി കേൾക്കാം. പ്രതിമാസ റേഡിയോ പരിപാടിയുടെ 114-ാം പതിപ്പാണിത്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ പരിപാടി കേൾക്കാം. മഹാരാഷ്ട്രയിൽ 11,200 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. പൂനെ മെട്രോ റെയിൽ പദ്ധതിയുടെ ഒന്നാം ഘട്ട പൂർത്തീകരണത്തെ അടയാളപ്പെടുത്തുന്ന പൂനെ മെട്രോ സെക്ഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കോടതിക്കും സ്വർഗേറ്റിനും ഇടയിലുള്ള ഭൂഗർഭ ഭാഗത്തിന് ഏകദേശം 1,810 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. 2,955 കോടി രൂപ ചെലവിൽ വികസിപ്പിക്കുന്ന പൂനെ മെട്രോ ഒന്നാം ഘട്ടത്തിന്റെ വിപുലീകരണത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പരിപാടിക്ക് കീഴിൽ 7,855 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ബിഡ്കിൻ ഇൻഡസ്ട്രിയൽ ഏരിയ ശ്രീ മോദി രാജ്യത്തിന് സമർപ്പിക്കും. സോലാപൂർ വിമാനത്താവളവും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. ക്രാന്തിജ്യോതി സാവിത്രിഭായ് ഫൂലെയുടെ ആദ്യത്തെ പെൺകുട്ടികളുടെ സ്കൂളിന് വേണ്ടിയുള്ള സ്മാരകത്തിന് പ്രധാനമന്ത്രി തറക്കല്ലിടും. അതിർത്തി കടന്നുള്ള ഭീകരവാദം എന്ന പാകിസ്ഥാന്റെ നയം ഒരിക്കലും വിജയിക്കില്ലെന്നും ഇത്തരം നടപടികൾക്ക് പ്രത്യാഘാതം ഉണ്ടാകുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 79ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയ ഇന്ത്യൻ പ്രദേശം വിട്ടുനൽകുക, തീവ്രവാദ ബന്ധം ഉപേക്ഷിക്കുക എന്നിവയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പ്രധാന പ്രശ്നങ്ങളെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. പാകിസ്ഥാന്റെ തീവ്രവാദം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അയൽ രാജ്യങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. Let me make India's position perfectly clear. Pakistan's cross-border terrorism policy will never succeed, and it can have no expectation of impunity. On the contrary, actions will certainly have consequences. The issue to be resolved between us is now only the vacation of illegally occupied Indian territory by Pakistan, and of course the abandonment of Pakistan's long-standing attachment to terrorism. ഭീകരതയുടെ എല്ലാ രൂപങ്ങളെയും ശക്തമായി എതിർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗസയിലെ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം അടിയന്തര പരിഹാരം തേടണമെന്നും വിദേശകാര്യമന്ത്രി ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി. ഫലപ്രദവും കാര്യക്ഷമവുമായ പ്രവർത്തനങ്ങൾക്ക് UN-ൽ കൂടുതൽ രാജ്യങ്ങളുടെ പ്രാതിനിധ്യം അനിവാര്യമാണ്. രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി തീവ്രവാദത്തിന് അനുവാദം നൽകരുതെന്നും ശ്രീ ജയശങ്കർ അഭിപ്രായപ്പെട്ടു. ആരെയും പിന്നിലാക്കരുത് എന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തെ പിന്തുണച്ച് ബ്രിട്ടനും ഭൂട്ടാനും. ഐക്യരാഷ്ട്രസഭയുടെ പരിവർത്തനം ആഗോള ബഹുമുഖ സംവിധാനം മെച്ചപ്പെടുത്തുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പറഞ്ഞു. ഭൂട്ടാൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തെ പിന്തുണയ്ക്കുന്നതായി ഇന്നലെ UN-ൽ അറിയിച്ചു. കേന്ദ്രത്തിന്റെയും ഉത്തർപ്രദേശിന്റെയും ഇരട്ട എഞ്ചിൻ സർക്കാർ 2047ഓടെ രാജ്യത്തെ $35 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഗ്രേറ്റർ നോയിഡയിൽ നടക്കുന്ന അന്താരാഷ്ട്ര വ്യാപാരമേളയുടെ രണ്ടാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാർഗനിർദ്ദേശം സംസ്ഥാനത്തെ $1 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലെത്താൻ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
ഇന്ത്യൻ വ്യോമസേനയുടെ 92ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് അടുത്ത മാസം 8-ന് വായുവീർ വിജേത കാർ റാലി സംഘടിപ്പിക്കുന്നു. ലഡാക്കിലെ ധോയ്സെ മുതൽ അരുണാചൽ പ്രദേശിലെ തവാങ് വരെയാണ് റാലി. ഔദ്യോഗിക ഫ്ളാഗ് ഓഫിന് മുന്നോടിയായി അടുത്ത മാസം 1-ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് റാലിക്ക് യാത്രയയപ്പ് നൽകും. 7000 കിലോമീറ്റർ റാലി അടുത്ത മാസം 29-ന് അവസാനിക്കും. ജമ്മു കശ്മീരിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് അവസാനിക്കും. 40 നിയമസഭാ മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. ഇതിൽ 16 സീറ്റുകൾ കശ്മീർ ഡിവിഷനിലും 24 ജമ്മു ഡിവിഷനിലുമാണ്. ആദ്യ 2 ഘട്ട തിരഞ്ഞെടുപ്പുകളിലും യഥാക്രമം 61% 56% വോട്ട് രേഖപ്പെടുത്തി. അടുത്ത മാസം 8-നാണ് വോട്ടെണ്ണൽ. ഹരിയാനയിലും നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്നലെ അംബാലയിലും കുരുക്ഷേത്രയിലും തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് നേതാവ് കുമാരി സെൽജ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി സംസ്ഥാന യുവജനകാര്യ കായിക മന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സെന്തിൽ ബാലാജി 2ാം തവണയും സംസ്ഥാന മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഡോക്ടർ ഗോവി ചെഴിയൻ, R രാജേന്ദ്രൻ, SM നാസർ എന്നിവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയം കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാമെന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും ചികിത്സ തേടുന്നതിനും ബോധവൽക്കരിക്കുന്നതിനും എല്ലാവരും സന്നദ്ധരായി ഇറങ്ങുക എന്നതാണ് ഈ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേൾഡ് ഹാർട്ട് ഫെഡറേഷനും ലോകാരോഗ്യ സംഘടനയുമായി ചേർന്നാണ് ലോക ഹൃദയ ദിനം എന്ന ആശയം കൊണ്ടുവന്നത്. അന്തരിച്ച CPIM പ്രവർത്തകൻ പുഷ്പന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് തലശ്ശേരി ചോക്ലി മേനപ്രത്തെ വീട്ടുപരിസരത്ത് നടക്കും. 1994 നവംബർ 25-ന് കൂത്തുപറമ്പിലുണ്ടായ വെടിവയ്പിൽ പരിക്കേറ്റ് കിടപ്പിലായ പുഷ്പൻ ഇന്നലെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് മരിച്ചത്. പുഷ്പന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ഇന്ന് കൂത്തുപറമ്പ്, തലശ്ശേരി അസംബ്ലി മണ്ഡലങ്ങളിലും മാഹിയിലും ഹർത്താൽ ആചരിക്കുകയാണ്. വൈകിട്ട് 6 വരെയുള്ള ഹർത്താലിൽ നിന്ന് വാഹനങ്ങൾ, പെട്രോൾ പമ്പ്, ഹോട്ടലുകൾ എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട്. അരുവിക്കര ജലശുദ്ധീകരണശാലയിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്ന് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടും. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് 2ാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിന്റെ 1ാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശ് ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും. മഴയെ തുടർന്ന് ഇന്നലത്തെ മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. നിലവിൽ ബംഗ്ലാദേശ് 3 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺ എന്ന നിലയിലാണ്. ആദ്യ ടെസ്റ്റ് സ്വന്തമാക്കിയ ഇന്ത്യ പരമ്പരയിൽ മുന്നിലാണ്. ജപ്പാനിൽ നടന്ന വേൾഡ് അത്ലറ്റിക് കോണ്ടിനെന്റൽ ടൂറിൽ പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടത്തിൽ ഇന്ത്യയുടെ ഗുൽവീർ സിംഗിന് സ്വർണം. 13 മിനിറ്റ് 11.82 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് പുതിയ ദേശീയ റെക്കോർഡോടെയാണ് 26-കാരനായ ഗുൽവീർ വിജയം കരസ്ഥമാക്കിയത്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗോവ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ അടുത്ത 2 ദിവസം ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. ബീഹാറിൽ കോസി, ഗണ്ഡക് നദികൾ കരകവിഞ്ഞ പശ്ചാത്തലത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. 13 ജില്ലകളിൽ മിന്നൽ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 20 ബ്ലോക്കുകളിലെ 1.41 ലക്ഷം പേരെ വെള്ളപ്പൊക്കം ബാധിച്ചതായി ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു. ബീഹാറിലെ പട്നയിൽ വെള്ളപ്പൊക്കം സംബന്ധിച്ച പ്രശ്നങ്ങൾ നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക വാർ റൂം സജ്ജീകരിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. കോസി, ബാഗ്മതി ഉൾപ്പെടെയുള്ള നദികളിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മഹാരാഷ്ട്രയിൽ 11,200 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ രാജ്യത്തിന് സമർപ്പിക്കും. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇന്ത്യ അനുവദിക്കില്ലെന്നും ഇത്തരം നടപടികൾക്ക് പ്രത്യാഘാതമുണ്ടാകുമെന്നും ഐക്യരാഷ്ട്രസഭയിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ജമ്മുകശ്മീരിൽ അവസാനഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് അവസാനിക്കും. ഹരിയാനയിൽ പ്രചാരണം ഊർജിതം. ഹൃദയം കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാമെന്ന സന്ദേശവുമായി ഇന്ന് ലോക ഹൃദയ ദിനം.
ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30. ആകാശവാണി സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.